ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളൊരു റോഡ് ട്രിപ്പ് പോവുകയാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, ഞങ്ങൾ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. ശരിക്കും ഈ റോഡ് ട്രിപ്പ് നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഫീൽ, ഒരു റിഫ്രഷിങ് ഒരു ഫീലാണ് നമുക്ക് തരുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഫാമിലി ആയിട്ടിരുന്ന് സംസാരിച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പിള്ളേർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് നമ്മൾ ഇതിനു മുമ്പ് ട്രിപ്പ് പോയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ നല്ലൊരു മൊമെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അങ്ങനെ ഞങ്ങള് പാലക്കാടുള്ള രാമേശ്വര ഇഡലി കഴിക്കാനായിട്ട് ഒരു ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മുടെ ഇവിടുത്തെ റെസ്റ്റോറന്റിലൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ തനതായ ടേസ്റ്റില് അതിന്റെ കോമ്പിനേഷൻ അനുസരിച്ച് കഴിച്ചപ്പോഴത്തേക്ക് ശരിക്കും വേറൊരു ടേസ്റ്റ് ആണ്. അങ്ങനെ അവിടുത്തെ ആന്റിയുമായിട്ടൊക്കെ മക്കള് ഭയങ്കര കൂട്ടായി. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങള് വയലും പാടവും ഒക്കെ മക്കളെ കാണിച്ചു കൊടുത്തോണ്ട് യാത്ര പുറപ്പെട്ടു. ഞങ്ങൾ ആദ്യം പോകുന്നത് തിരുപ്പൂർ പോയി ഇന്ന് സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അവിടെ റൂമൊക്കെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. റൂമിൽ പോയതിന് ശേഷം ഞങ്ങൾ ഇതുപോലെ ഒരു സ്ട്രീറ്റിലൂടെ വന്നു. ഇതെല്ലാം ടീഷർട്ട് മെറ്റീരിയൽസിന്റെ ബൾക്കായിട്ട് മെറ്റീരിയൽസ് കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. ചെറിയ ചെറിയ ഷോപ്പുകളിൽ സിംഗിൾ പീസായിട്ട് കൊടുക്കുന്ന കടകളും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കണ്ട് കുറേ ഷോപ്പുകളൊക്കെ ഇങ്ങനെ കണ്ടുവന്നു. ശരിക്കും വീവേഴ്സ്, നമ്മുടെ സാരിയൊക്കെ വീവ് ചെയ്യുന്ന സ്ഥലവും ഇവിടെ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, അല്ലെ കുർത്തീസ് അങ്ങനെയൊക്കെ. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറി. ഈ ചേച്ചിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചേച്ചി ഒരുപാട് ഡ്രസ്സുകളൊക്കെ മക്കൾക്ക് വേണ്ടി കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചു. ആ ചേച്ചി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഒരു ടെക്സ്റ്റൈലിലേക്ക് വന്നിരിക്കുകയാണ് സാരിയൊക്കെ എടുക്കാനായിട്ട്. ഈ ഷോപ്പിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു സാരി പോലും ഇഷ്ടപ്പെടുവോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സെയിൽസിലുള്ളവര് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഞാൻ റെഫറൻസ് ആയിട്ട് കാണിക്കുന്ന കളേഴ്സ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് പീസുകൾ ഇങ്ങനെ കാണിച്ചു. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളുടെ മൈൻഡൊക്കെ മാറി, ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ ആയി. ഇങ്ങനെ ട്രാവൽ പോകുമ്പോഴത്തേക്ക് അവിടുന്ന് ഒരു സാരി വാങ്ങിക്കുക എന്നുള്ള ഒരു ഹോബി കുറച്ച് നാളായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ സെലക്ഷന്റെ ഫൈനൽ സ്റ്റേജ് ഏകദേശം ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങി. മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്, പക്ഷെ പുറമെ ഒട്ടും കാണിക്കാൻ പോയില്ല ഞാൻ. അങ്ങനെ ഞങ്ങള് കുർത്തിയൊക്കെ വാങ്ങിക്കാനായിട്ട് പല പല ഷോപ്പുകളൊക്കെ നോക്കി. പക്ഷെ നമുക്ക് അങ്ങനെ പ്രത്യേകതയായിട്ട് തോന്നുന്ന അങ്ങനെ ഒന്നും തന്നെ കിട്ടിയില്ല. അവിടുന്ന് ഒരു ഷോപ്പിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് നമ്മൾ ബസാർ എന്നൊക്കെ അവർ പറഞ്ഞപ്പം അങ്ങനെ ഞങ്ങള് ബസാർ തിരക്കി പോവുകയാണ്. ഇങ്ങനെയുള്ള സ്ട്രീറ്റിലൂടെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് സിമിലർ ആയിട്ട് നമ്മൾ ഇതിനു മുമ്പ് ട്രാവൽ ചെയ്തിട്ടുള്ളതോ അല്ലെ നമ്മളുടെ നാട്ടിലുള്ളതോ ഒക്കെ ആയിട്ട് ഉള്ള സ്ഥലങ്ങളായിട്ട് നമുക്ക് ചില സ്ഥലങ്ങൾ കാണുമ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്ത് പോവുകയാണ്. അങ്ങനെ ഞങ്ങള് ബസാർ തിരക്കി ബസാറിലെത്തി. സംഭവം ബിഗ് ബസാർ തന്നെയായിരുന്നു, നമ്മുടെ നാട്ടിലുള്ള ബിഗ് ബസാർ തന്നെയായിരുന്നു.
അപ്പം അവിടെ ജസ്റ്റ് നമ്മൾ കയറി ഒക്കെ നോക്കിയെങ്കിലും അങ്ങനെ കാര്യമായൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങൾ പോരുന്നു. നെക്സ്റ്റ് ഡേ നമ്മൾ ബാംഗ്ലൂരിലേക്ക് ട്രാവൽ പുറപ്പെടുവാണ്. അച്ചൂസൻ ഇങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് വന്നേച്ച് സംസാരിക്കുന്നതും കഥ പറയുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും, തലയിട്ട് ഇങ്ങനെ വരും. വളരെ പ്രകൃതി രമണീയമായ നല്ല സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡിലൂടെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുവാണ്. അങ്ങനെ ഇടയ്ക്ക് അപ്പൂസിന് ഫ്രണ്ടിലിരിക്കണമെന്ന് പറഞ്ഞ് അപ്പൂസ് അങ്ങനെ എന്നെ ബാക്കിലാക്കി. ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സ് നല്ല രീതിയിൽ കുഴപ്പിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അങ്ങനെ ഇടയ്ക്ക് ബിനോസിന് ടയർഡാണ്, ഉറങ്ങണോന്നൊക്കെ പറഞ്ഞ് എന്നെ കയറ്റി ഡ്രൈവിംഗ് സീറ്റിലിരുത്തി. ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പോലെ ചെറിയ ചെറിയ വഴികളിലൂടെയായിരുന്നു പിന്നീട് കുറച്ച് നേരം യാത്ര. അപ്പൊ അവിടെ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാരുടെ വണ്ടിയോടിയരും കട്ടറും കുഴിയും എല്ലാം താണ്ടിയായിരുന്നു എനിക്ക് ഡ്രൈവ് ചെയ്യാനുള്ള അവസരം കിട്ടിയത്. അപ്പം ബാക്കിൽ ഉറങ്ങാൻ പോയ ബിനോസൻ ഇരുന്ന് കുറ്റം പറച്ചിൽ തുടങ്ങി. ഞാൻ ഹമ്പ് ചാടിക്കുന്നു, എന്റെ ഡ്രൈവിംഗ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ എനിക്കും കിട്ടി നല്ല സ്ട്രെയിറ്റ് റോഡ്. അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. അങ്ങനെ ഡ്രൈവ് ചെയ്ത് കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പം കുറച്ച് ട്രാഫിക് തിരക്ക് ഒക്കെ കണ്ടു തുടങ്ങിയപ്പോ എനിക്ക് തോന്നി ബാംഗ്ലൂർ എത്താറായോ എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു ബാംഗ്ലൂർ എത്താറായോ എന്ന്. പിന്നെ അച്ഛൻ മക്കളും പറഞ്ഞു ഇല്ല, ഇനിയും ഒരുപാട് ഡ്രൈവ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എവിടെയോ ബോർഡ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായ അല്ല, സംഭവം ബാംഗ്ലൂരിലെത്തി. ബാംഗ്ലൂരിലെ തെരുവീതിയിലൂടെയാണ് എന്റെ ഡ്രൈവിംഗ് എന്ന് ഞാൻ അപ്പോൾ തിരിച്ചറിഞ്ഞു. ഓഫീസൊക്കെ വിട്ട് സ്കൂളൊക്കെ വിടുന്ന ആ കറക്റ്റ് സമയത്താണ് ഞങ്ങൾ അവിടെ ചെന്ന് ചാടിയത്. നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ ബ്ലോക്കുകളിലൂടെയും ഒക്കെ ട്രാവൽ ചെയ്ത് ഒടുവിൽ ഞാൻ വണ്ടി ഉരുട്ടി ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഹോട്ടലിലെത്തി. ഇതാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഹോട്ടല്, അല്ലെങ്കിൽ താമസിച്ച ഹോട്ടല്. ഇതിന്റെ ലോബി തന്നെ വളരെ അതിവിശാലമായി നല്ല ഭംഗിയായിട്ട് പ്ലാന്റ്സുകളൊക്കെ വെച്ച് അവരിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ റൂംസിൽ നിന്നുമുള്ള വ്യൂസ് ഈ ലോബിയിലേക്ക് എത്തുന്ന രീതിയിലായിരുന്നു അവര് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന റൂമിലേക്ക് എത്തി. ഞങ്ങൾ എടുത്തിരുന്നത് 2 ബെഡ്റൂം വിത്ത് ഹോൾ ആയിട്ടുള്ള ചെറിയൊരു കിച്ചണും ഒക്കെ ഉള്ള റൂംസ് ആയിരുന്നു എടുത്തിരുന്നത്. ഇതാണ് ഫസ്റ്റ് റൂം. ഇതിന്റെ ബെഡില് നാച്ചുറൽ പെറ്റൽസ് ഒക്കെ വെച്ചിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ റൂംസിൽ നിന്നുള്ള വ്യൂസ് ഇതുപോലെ ലോബിയിലേക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്, ക്ലോസ്ഡ് ബാൽക്കണി ആയിരുന്നു. അതും ലോബിയിലേക്കായിരുന്നു വ്യൂ.
ഇതാണ് നെക്സ്റ്റ് റൂം. അവിടെയും സെയിം രീതിയിൽ തന്നെയായിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത്. അവിടുന്ന് ഞങ്ങൾ നേരെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് കാണാനായിട്ട് പോയി. ഈ സ്ട്രീറ്റ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ദുബൈയിലെ മീന ബസാർ ഏരിയ, നോർത്ത് ഇന്ത്യൻ ഒരു സ്ട്രീറ്റ് ഉണ്ട്, അതേ രീതിയിലായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. വളരെ ഗ്ലിറ്ററിങ് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഡ്രസ്സസും അതുപോലെ ലൈറ്റ്സിന്റെ രീതികളാണെങ്കിലും പാർക്കിംഗ് രീതിയാണെങ്കിലും ഒക്കെ എനിക്ക് നല്ല സിമിലർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതൊരു ചിക്കൻ കാരിയുടെ അതിവിശാലമായ ഒരു ഷോപ്പായിരുന്നു. അങ്ങനെ അത് കണ്ട് ഞങ്ങൾ കയറി. അവിടുന്ന് മക്കൾക്കും വിനോദനും ഉള്ള ഡ്രസ്സ് നോക്കാനായിട്ട് ഈ ഷോപ്പിലേക്ക് കയറി. ഇതിനിടയ്ക്ക് പല പല ഷോപ്പുകൾ ഞങ്ങൾ കവർ ചെയ്തിരുന്നു, പക്ഷെ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി. അത്യാവശ്യം ഷോപ്സുകളൊക്കെ ക്ലോസ് ചെയ്യുന്ന ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഷോപ്പുകളും ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആണ്. നമ്മളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല പരിചയമുള്ള ഒരു ഫേസ് കണ്ട് നോക്കിയപ്പോൾ സംയുക്ത വർമ്മയും മോനും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. അങ്ങനെ കുറച്ചു നേരം മടിച്ചു പഠിച്ചൊക്കെ നിന്നിട്ട് പോയി പരിചയപ്പെട്ടു. ഒരു നല്ല രീതിയിൽ നമ്മളോട് ഇടപെട്ടു, സംസാരിച്ചു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് നമ്മൾ നേരെ ചർച്ച് സ്ട്രീറ്റിലേക്കാണ് പോയത്. ഇത് സാംസങ്ങിന്റെ ബിഗസ്റ്റ് ഷോറൂമാണ്. നല്ല രീതിയിലായിരുന്നു ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും അവർ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു, അതിനകമൊക്കെ ഒന്ന് കണ്ടു. നമ്മളിങ്ങനെ വീണ്ടും സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്.
ഇങ്ങനെ സ്ട്രീറ്റ് ഫോട്ടോസും ഒക്കെ എടുത്തു. ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടന്നു. ഇനി ഡിന്നർ ടൈമാണ്. നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് വന്നു. അവിടെയായിരുന്നു ഡിന്നർ ബുക്ക് ചെയ്തിരുന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഇവിടുന്ന് ചെക്കൗട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിലൂടെയൊക്കെ നടന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഈ ലോബിയിലെ അറേഞ്ച്മെന്റ്സ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാനും മോനും കൂടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് കറങ്ങി വന്നതാണ്. ഇവിടെ ഒരു പിയാനോ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ ക്ലോത്ത് ഒക്കെ മാറ്റിച്ചിട്ട് അപ്പൂസ് ഒന്ന് ട്രൈ ചെയ്തു. അതിനുശേഷം ഞങ്ങള് നൈക്കിന്റെ വലിയൊരു ഷോപ്പുണ്ട്, അവിടെ കാണാൻ പോകണമെന്നും അല്ലൂസിന് ആഗ്രഹമായിരുന്നു. അങ്ങനെ അവിടേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് പോരുന്നു. വരുന്ന വഴി ഒരു പടക്കക്കട കണ്ടു. അല്ലൂസിനും ബിനോസിനും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ പടക്കം വാങ്ങിക്കുന്നത്. അവിടുന്ന് പടക്കമൊക്കെ വാങ്ങിച്ച് ഞങ്ങള് തിരിച്ച് പോരുകയാണ്. അങ്ങനെ നല്ലൊരു ട്രിപ്പൊക്കെ നടത്തിയതിന്റെ സന്തോഷത്തിലും കുറച്ച് പർച്ചേസ് ഒക്കെ നടത്തിയതിന്റെ സന്തോഷത്തിലുമാണ് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതൊന്നും ഞാൻ പറയണ്ടല്ലോ, നിങ്ങളെല്ലാം ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പം മാക്സിമം സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.